ഹേ ഓൾ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഈവനിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ പി ജിയിൽ ചായ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കലാണ് ചെയ്യാറ്. പിന്നെ എപ്പോഴും ചായ ഉണ്ടാക്കി കുടിക്കാറൊന്നുമില്ല. വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല വിശപ്പുണ്ട്, ചായ കുടിക്കാനൊരു പൂതിയുണ്ട്. അപ്പോൾ എന്തായാലും താഴെ നിന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് പാലും അപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ, ഒരു പാസ്തയുടെ ഒരു മിക്സാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ വേണം. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പാലും ഈ ഒരു പാസ്തയും കൂടി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ഈവനിങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന കെറ്റിലാണ്. ഇത് ശരിക്കും വെള്ളം ചൂടാക്കാനുള്ള കെറ്റിലാണ്, പക്ഷെ ഞങ്ങൾ ഇതിൽ മാഗി ഇപ്പി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് ഞങ്ങളുടെ പരിപാടി. എന്തായാലും നമ്മൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ പോലെ നമ്മൾ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ വെച്ചിട്ട് നമ്മളൊരു ടീ കേക്ക് കൊടുത്ത് കഴിച്ചു. എന്നിട്ടാണ് നമ്മുടെ ക്രീമി പാസ്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പാസ്ത സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഒതൻറ്റിക് ടേസ്റ്റില്ല, അതൊന്നും എന്തായാലും പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പാസ്ത ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു ഹോർലിക്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ടെറസിക്കൊക്കെ വന്നിട്ട് നമ്മൾ തിരുമ്പാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ സ്കൈ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്ലൗഡ്സൊക്കെ നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. ഞങ്ങളുടെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് എടുക്കാൻ താഴെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ 7 മണിക്കാണ് പി ജിയിൽ ഫുഡ് കൊടുത്തു തുടങ്ങുക. അപ്പോൾ ഇന്നുള്ളത് നെയ്ച്ചോറും അതുപോലെ കടലക്കറിയായിരുന്നു, പിന്നെ മുട്ട പുഴുങ്ങിയതും പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഗീ റൈസ് ആകുമ്പോൾ അതിൻ്റെ കൂടെ നോൺ വെജാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കോളേജ് കഴിഞ്ഞാൽ വന്നിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ.